ഫ്രണ്ട്സ്, ഞാൻ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഇത് മുറിക്കണം. ഫ്രണ്ട്സ്, ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസും കൂടി മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതും മുറിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് അതേപോലെ മറ്റൊരു പീസും കൂടി ഞാൻ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബജാഗുരിയാക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുവിലൂടെ മുറിക്കണം. അതിനുശേഷം ഈ ഒന്നിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെ മുറിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിൽ പീസ് ഉണ്ട്, അത് നമുക്ക് മുറിച്ചെടുക്കണം. അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസ് അതിന് എതിരായി ഇതിൻ്റെ ഈ രണ്ട് സൈഡും മാത്രം കളയണം. ഇതിൻ്റെ ഒരു പീസ് ഞാൻ മുറിച്ചു. ഇതുപോലെ ഇനി മറ്റേതും മുറിക്കണം. അതുപോലെ ഞാൻ ഈ രണ്ട് പീസ് അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കമ്പിത്തിരിയുടെ കമ്പി വേണം. എന്നിട്ട് ഇത് അതിലൂടെ വളച്ചെടുക്കണം. അത് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇനി നമുക്ക് അതൂരി അതുപോലെ ഇതും മറ്റേ പീസും ആക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കമ്പിയിൽ നിന്ന് ഊരിയെടുക്കണം. അങ്ങനെ ഇത് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇത് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരു വശം മാത്രം ഇതിൽ കയറ്റുക. അതിനുശേഷം അതിൻ്റെ മറ്റേ സൈഡ് അതിൽ കയറ്റുക. അങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്രണ്ട്സ്, ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് ഈ ഒരു ചെറിയ സൈഡ് ഒരു ഹോൾസും മറ്റേ സൈഡ് 2 ഹോൾസായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് പിടിപ്പിക്കണം. അതിനായി ഈ ഒരു സൈഡ് ചെറുങ്ങനെ മുറിച്ച് മാറ്റണം. അവിടെ മാത്രം ഞാൻ ഇതുപോലെ ചെറുങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ വെച്ച് കൊടുക്കാം.
ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായി ചെറിയ സ്ക്രൂ വേണം. ഇനി ഞാൻ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ അവിടെ സ്ക്രൂ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോറിലേക്കിന് ഇത് സ്ക്രൂ ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇതുപോലെ ചെറിയ സ്ക്രൂ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ താഴെയും ഒന്നും കൂടി ആക്കണം. ഇതുപോലുള്ള ഒരു ഞാൻ ഷീറ്റിൻ്റെ അകത്തുനിന്നാണ് ഞാൻ ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇതാ ഈ പീസാണ്. അത് ഞാൻ നടുവിലെ കൂടി മുറിക്കുന്നു ആദ്യം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരിക്കലും കൂടി അത് ആക്കണം. ഇത് ഞാനിതാ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും അതിന് ഇതായി മുറിക്കണം, അതുപോലെ അല്ലാതെ. അതിനായി ഞാൻ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി മുറിക്കണം. ഇതാ ഞാൻ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കണം. അതിനെ ചുണ്ടുകൊടലിനെ കൊണ്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടും. ഇതാ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് മടക്കണം. അപ്പം ഞാൻ രണ്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും തമ്മിൽ യോജിപ്പിക്കണം. അപ്പം ഞാനിതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു സൈഡ് ഒരു ഹോൾസും മറ്റേ സൈഡ് 2 ഹോൾസുമായിട്ട് ആക്കണം.